എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് സെപ്റ്റംബർ 2 ചൊവ്വാഴ്ച. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ 24,850 താഴെ നമുക്ക് ഒരിക്കലും അപ്സൈഡിലേക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അത് താഴത്തേക്ക് തൂങ്ങി തന്നെ കിടക്കും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഞായറാഴ്ചയും ഇന്നലെയുമൊക്കെ സംസാരിച്ചത്. ഓക്കെ, ഇന്ന് 24,750 മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ, ഇന്നത്തെ സെഷൻ്റെ സെക്കൻഡ് ഹാഫിൽ ഡൗൺ സൈഡിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 24,579 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 24,522. ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് 24,500 നിലനിൽക്കുന്നുണ്ട്. അതിനെ മറികടന്നാൽ മാത്രമേ നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞ രൂപത്തിലുള്ള ഭയത്തിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, പ്രധാനമായും ഇന്ന് സംഭവിച്ചത് നാളെ ആരംഭിക്കുന്ന 2 ദിവസത്തെ GST കൗൺസിൽ മീറ്റിംഗ്, അതിന് മുന്നോടിയായിട്ടാണ് ബാങ്ക് അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകളിലൊരു സെല്ലിംഗ് പ്രഷർ, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് നിഫ്റ്റിയും സെൻസെക്സൊക്കെ റെഡിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നത്. മാത്രമല്ല, നിഫ്റ്റിയുടെ FNO കോൺട്രാക്റ്റ് ഇന്ന് അവസാനിക്കുന്നത് കൊണ്ട് സെക്കൻഡ് ഹാഫിൽ നേരെ ഒരു സൈഡ് വേക്ക് ആക്കം കൂട്ടി എന്നാണ് കരുതാനായിട്ട്. 21 EMIയിൽ ഈ നിഫ്റ്റിക്ക് ശക്തമായ ഒരു റിവേഴ്സൽ സെൻറ്റിമെൻറ്റ് തന്നെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ ശക്തമായൊരു തിരിച്ചടിയാണ് കിട്ടിയത്. ഇത് ഇന്നത്തെ മറ്റുള്ള ഘടകങ്ങൾ പോലെ തന്നെ ഒരു ഇടിവിന് കാരണമായി എന്ന് പറയാം. 24,850 മുകളിൽ എത്തുന്നത് വരെ മാർക്കറ്റിൽ ഈ ഒരു സെൽ ഓൺ റേസ് തുടരും എന്ന് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല, ഇൻട്രാഡേ RSI 50യിൽ താഴെയായൊരു ബെയറിഷ് ക്രോസ് ഓവറിലാണ് ഉള്ളത്. കുറച്ച് ദിവസങ്ങളിലേക്ക് ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് തുടരാൻ സാധ്യതയുണ്ട്. ലോവർ സൈഡിൽ ഞാൻ പറഞ്ഞ രൂപത്തിൽ 24,500, ഹയർ സൈഡിൽ 24,700, 24,850 ഈ 2 സോണുകളിലാണ് റെസിസ്റ്റൻസ് ഉള്ളത്. ഇന്ന് 24,700 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. പക്ഷേ 24,756-54 വരെ പോയി തിരിച്ചു വരികയാണ് ചെയ്തത്. ഇന്നലെ ഉണ്ടായ സ്ട്രോങ് മാക്രോ ഡാറ്റയിൽ നിന്നുള്ള എല്ലാ നേട്ടങ്ങളും ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇന്ന്. മറ്റൊന്ന്, എത്തനോൾ മാനദണ്ഡങ്ങളിൽ ഒരു ചെറിയ വിട്ടുവീഴ്ച വരുത്തിയതുകൊണ്ട് ഷുഗർ സ്റ്റോക്കുകൾക്കെല്ലാം തന്നെ നല്ല നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ US-ന്റെ മോശം പരാമർശങ്ങളെ തുടർന്ന് എക്സ്പോർട്ടിംഗ് കമ്പനികളുടെ സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 80,761 എന്ന ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്നും 752 പോയിൻ്റ് ഇടിഞ്ഞ് 80,008 എന്നുള്ള ലോ ക്രിയേറ്റ് ചെയ്ത് അവസാനം 80,159 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 80,157 206 പോയിൻ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റി 233 പോയിൻ്റ് ഇടിഞ്ഞ് 24,756 എന്ന ദിവസത്തെ ഏറ്റവും ലോ ക്രിയേറ്റ് ചെയ്ത് ഒടുവിൽ 45 പോയിൻ്റ് മൈനസിൽ 24,579 ക്ലോസ് ചെയ്തിട്ടുണ്ട്. BSEയിൽ നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ്, NTPC, ടാറ്റ സ്റ്റീൽ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. അതേപോലെ M&M, ICICI ബാങ്ക്, ഏഷ്യൻ പെയിൻറ്റ്സ് എന്നിവ നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 ആണ്, 0.27% പോസിറ്റീവിലാണ്. അതേപോലെ തന്നെ സ്മോൾ ക്യാപ്പ് 100 ആണ് പറയുന്നത്, 0.53% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ ബേസ്ഡ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്, 0.7%. തുടർന്ന് ഫിനാൻഷ്യൽ സർവീസസ് 0.56, ഹെൽത്ത് കെയർ 0.33, ഫാമ 0.27 എന്നിങ്ങനെ നഷ്ടമുണ്ടാക്കി. മറുവശത്ത് നിഫ്റ്റി മീഡിയ, മെറ്റൽ, റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവ 0.5% മുതൽ 1% വരെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ.
ഇനി നമുക്ക് നമ്മുടെ ലെവലുകൾ ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് നമുക്ക് ഇന്ന് രണ്ട് സൈഡിലേക്കും കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. നോക്കാം. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, നമുക്ക് ഇന്ന് റെസിസ്റ്റൻസ് 80,635 ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് ആരായിരുന്നാലും ഇവിടെ നിന്ന് എൻട്രി എടുക്കും. ഓക്കെ, ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വന്നതുകൊണ്ട് ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടാവും. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ചെറിയ ഒരു പോയിൻ്റിൽ ക്ലോസ് ചെയ്തിരിക്കാം. ഹോൾഡ് ചെയ്തവർ തിരിച്ചു വരുന്ന സമയത്ത് നഷ്ടമില്ലാതെ എക്സിറ്റ് അടിച്ചിരിക്കാം. ഇനി സ്റ്റോപ്പ് ലോസ് വെയിറ്റ് ചെയ്തവർക്ക് ഇന്ന് സ്റ്റോപ്പ് ലോസും ഹിറ്റായിരിക്കാം. ഇന്ന് സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവസ്ഥ. നോക്കൂ, നമ്മുടെ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിലാണ് ഇന്ന് ട്രേഡിംഗ് നടന്നിരിക്കുന്നത്. അതേതായിരുന്നാലും നന്നായി. അപ്പോൾ അതിൽ നമ്മൾക്ക് ഇന്ന് ആക്റ്റീവ് ആയിട്ടില്ല. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ സെൻസെക്സും നിഫ്റ്റിയിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. സെക്കൻഡ് ക്യാൻഡിൽ തന്നെ നമുക്ക് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതുകൊണ്ട് തേർഡ് ക്യാൻഡിൽ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എങ്കിൽ നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 57 പോയിൻ്റ് മാത്രമേ കവറായിട്ടുള്ളൂ. ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യമായ ഒരു ട്രേഡിംഗ് അല്ല ഇന്ന് നടന്നിരിക്കുന്നത്. ഓക്കെ, രാവിലെ ഒരു ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഹയർ സൈഡിലേക്ക് വന്നു താഴത്തേക്ക് വരികയാണ് ചെയ്തത്. ചെറിയൊരു പ്രോഫിറ്റ് നിഫ്റ്റിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നാളെ റെസിസ്റ്റൻസ് ആയിട്ട് ഇന്നത്തെ ഹൈ തന്നെ വാച്ച് ചെയ്യാം. 24,757. സപ്പോർട്ടായിട്ട് ഈ ഒരു സോൺ, ഇതൊരു സ്ട്രോങ് 24,500. ഓക്കെ, 24,500 താഴെ എൻട്രി പോയാൽ മതി. ഇന്നലത്തെ അതേ സപ്പോർട്ട് തന്നെ. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ അല്പം താഴത്തേക്ക് കൊണ്ടുവന്ന് ഈ ഒരു സ്വിങ്ങിൽ വെക്കാവുന്നതാണ്. നോക്കൂ, 53,950. ഓക്കെ, സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിലവിൽ 53,627 നിൽക്കുന്നത്. നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ അല്പം താഴത്തേക്ക് വെക്കുന്നതായിരിക്കും നമുക്ക് സേഫ്. 53,520. ഓക്കെ, സപ്പോർട്ട്, റെസിസ്റ്റൻസ് 53,950. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് അല്പം മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു സോണിൽ വയ്ക്കാം. 79,950. റെസിസ്റ്റൻസ് ഈ സോണിൽ തന്നെ മതി. നമുക്ക് ഇന്നത്തെ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ എൻട്രി എടുക്കാം. ഓക്കെ, 80,635. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈനുകൾ മാർക്ക് ചെയ്യുക. നാളെ ഇവ ബ്രേക്കൗട്ട് നടത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.